ഓരോ പ്ലെയേഴ്സിനെയും, ഓരോ ഏജൻറ്റ്, ഓരോ കസ്റ്റമേഴ്സ്, ഓരോ ഐറ്റം മൂവ്മെൻറ്റ് തന്നെ ഇവർ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. നമസ്കാരം. എൻ്റെ ഇവിടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എക്സ്പെർട്ട് അഡ്വൈസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥി പങ്കെടുക്കുന്നത് CA ജെയ്സൺ മണ്ഡപത്തിലാണ് ഫ്രം ഹുസൈൻ HMC. വെൽക്കം ടു ദ ഷോ എക്സ്പെർട്ട് അഡ്വൈസ്. താങ്ക് യു. UAE പ്രധാനമായിട്ടും ബിസിനസ് നടത്തുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ബിസിനസ് എങ്ങനെ ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയാണ് ആളുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യമാണ് മറഞ്ഞിരിക്കുന്ന ചില ചിലവുകൾ എന്ന് പറയുന്നത്. ആളുകൾ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ബിൽഡിംഗ് റെന്റ് അല്ലെങ്കിൽ വാടക, ശമ്പളം, ഇതൊക്കെയാണ് പ്രധാന ചെലവുകളായി കണക്ക് കൂട്ടുന്നതെങ്കിലും ഇതിനിടയിൽ ചില ചെലവുകളൊക്കെ പോവുകയും ആ ചെലവ് അത് വലിയ എക്സ്പെൻസിലേക്കൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ മറിഞ്ഞിരിക്കുന്ന ഹിഡൻ കോസ്റ്റ് എങ്ങനെ നമ്മൾ കണ്ടെത്താം, അതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇത് എങ്ങനെ ഒരു ബിസിനസ് ലാഭകരമായി കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു ബിസിനസ് നടത്തുമ്പോൾ, UAE ഒരു ബിസിനസ് നടത്തുമ്പോൾ ഹിഡൻ കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കണ്ടെത്താൻ കഴിയും, എങ്ങനെ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും? യെസ്, ഈ പറയുന്ന ഹിഡൻ കോസ്റ്റ് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും ചെറിയൊരു കോസ്റ്റ് ആയിരിക്കാം, വലിയ രീതിയിൽ ഒരു മെറ്റീരിയൽ കോസ്റ്റ് അല്ലായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് അതൊരു ചെറിയ കോസ്റ്റ് അല്ല, വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ലൈക്ക് നിങ്ങളിപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഈ പറയുന്ന റെന്റ്, സ്റ്റാഫ് സാലറി, സാധനം വാങ്ങിക്കുന്ന വില അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ഇതൊന്നും മാത്രമല്ല ഒരു കമ്പനിക്ക് ഒരു കോസ്റ്റ് ആയിട്ട് വരുന്നത്. മറിച്ച് പല ഹിഡൻ കോസ്റ്റ് തന്നെ ഉണ്ട് ഇതിൽ. ആൻഡ് ഈ ഹിഡൻ കോസ്റ്റിന്റെ കാരണം എന്ന് വെച്ചാൽ എന്തുവാകാം. ദർ ഇസ് മെനി റീസൺസ് വെർ യു ക്യാൻ ഗോ റോങ്. ബേസിക്കലി ഒരു കാര്യം റൈറ്റ് ആയിട്ട് ചെയ്യാൻ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഓടണം. ആൻഡ് ഒരു കോസ്റ്റ് കയറി വരാൻ എവിടെങ്കിലും ഒന്ന് ലൂസായ യു വിൽ എൻഡ് അപ്പ് ഹാവിങ് ലോസസ് ഓർ ഹിയർ. അപ്പോൾ ഈ പറയുന്ന ഹിഡൻ കോസ്റ്റ് ഇറ്റ് മേ ബി ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻവിൻസിബിൾ. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കാം, ബട്ട് വി ക്യാൻ സ്റ്റിൽ make effort to identify such areas and take corrective actions to stop that leakage. ഒരു ലീക്കേജ് ആയിട്ട് തന്നെ ഇത് കൂട്ടാം. അത് ചിലപ്പോൾ നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയില്ലായിരിക്കാം, മറിച്ച് ടൈംലി നമുക്ക് നോക്കുമ്പോഴത്തേക്കും വി വിൽ ഹാവ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ചിലപ്പം ഇവർ പ്രൊജക്റ്റ് ചെയ്ത് പ്രോഫിറ്റ് അല്ലായിരിക്കും ഇവർക്ക് കിട്ടാൻ പോകുന്നത്, നോക്കുമ്പോഴത്തേക്കും അതിൽ കുറവായിരിക്കാം. അപ്പോൾ വി വിൽ ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സീ എവിടെയാണ് നമ്മുടെ കോസ്റ്റ് കൂടിപ്പോയത്, എവിടെയാണ് ഒരു ലീക്കേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലീക്കേജ് അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ കോസ്റ്റ് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു പരിഹാരം എടുത്തിരിക്കണം. Now what I would like to say is certain examples or certain areas where hidden cost can come from. ഈ പറയുന്ന പോലെ hidden cost can come from anywhere. എവിടുന്നും വരാം ഇത്. But few key areas or few common areas where people can identify hidden cost is what we are going to discuss today, I feel. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഒരു ക്രൈറ്റീരിയ, ഒരു കാറ്റഗറി ഓഫ് ഹിഡൻ കോസ്റ്റ് വിൽ ബി ഫ്രം ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ്. ഇപ്പോൾ ഈ ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു കോൺസെപ്റ്റ് അല്ല, മറിച്ച് അതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ വർക്ക് ഫ്ലോ റിലേറ്റഡ് ഒരു ഇഷ്യൂ ആയിരിക്കാം. വർക്ക് ഫ്ലോ റിലേറ്റഡ് ഇഷ്യൂ ഒരു എക്സാമ്പിൾ തരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ ഒരു അക്കൗണ്ടൻറ്റ് ഒരു ഇൻവോയ്സ് ഉണ്ടാക്കി. ആ ഇൻവോയ്സ് ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ഒരാൾക്ക് ചെന്നിട്ട് അത് റിവ്യൂവിന് പോകുന്നു. റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ആൾക്ക് അത് അയച്ചിട്ട് മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രിന്റ് ചെയ്തിട്ട് വേറെ ഒറിജിനലായിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് പുള്ളി വീണ്ടും ആദ്യത്തെ ആൾക്ക് കൊടുക്കുന്നു. എന്തിന് ഈ ആദ്യത്തെ ആൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾക്ക് തിരിച്ചു കൊടുത്തിട്ട് പുള്ളി പോയി അത് കസ്റ്റമറിന് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഒരു ഇൻവോയ്സ് കസ്റ്റമർ കയ്യിൽ എത്താൻ വേണ്ടി അൺനെസസറി ഒരു വർക്ക് ഫ്ലോ അവിടെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ എല്ലായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെയാണിത്. ബട്ട് ആ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് തന്നെ എവിടെയെങ്കിലും ഈ പറഞ്ഞ അൺവാണ്ടഡ് വർക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഒരു അൺവാണ്ടഡ് വർക്ക് ഫ്ലോ വരുവാണെങ്കിൽ ചുമ്മാ സമയം പോവും, കസ്റ്റമറിന് അത് ഇഷ്ടം പെടില്ല. അപ്പോൾ കസ്റ്റമർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ നെക്സ്റ്റ് ടൈം നിങ്ങളായിട്ട് ബിസിനസ് ചെയ്യില്ല. അത് തന്നെ ഒരു കോസ്റ്റായി, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കസ്റ്റമർ നഷ്ടപ്പെട്ടാൽ ദെൻ വി വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് റവന്യൂ. അത് തന്നെ ഒരു കോസ്റ്റ് ആയിട്ടുണ്ട്. എംപ്ലോയീസിന്റെ സമയം അവർ ഇത്രയും നേരം ഒരു ഇൻവോയ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് യൂസിങ് ദർ ടൈം ടു ഡു അതർ തിങ്സ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഒരു ഹിഡൻ കോസ്റ്റ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോകുന്നുണ്ടോ? നോട്ട് യെറ്റ്. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് എഫേർട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനീനെ ബാധിക്കും. അൺനെസസറി വർക്ക് ഫ്ലോസ് എന്ന് പറയുന്ന പോലെ ഇപ്പം ഈ മാനുവൽ ഡേറ്റ എൻട്രി,
അപ്പം ഈ ഒരു കാലത്ത് വി ആർ ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജി, വി ആർ ഇൻ ദ വേൾഡ് ഓഫ് AI. അതെ, പഴയ ബുക്കിൽ എഴുതുന്ന സിസ്റ്റം കാലം കഴിഞ്ഞു. മാനുവലി എക്സലിൽ റെക്കോർഡ് ചെയ്യുന്ന കാലം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പ്രോപ്പറായിട്ടൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉപയോഗിക്കുക. പുതിയ വരുന്ന ടെക്നോളജീസ് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇറ്റ് വിൽ ബി യൂസർ ഫ്രണ്ട്ലി. നിങ്ങളുടെ സമയം ലാഭിക്കാം, എഫേർട്ടും ലാഭിക്കാം. വെറുതെ കുറേ പേര് വേണ്ടി ഒരു ജോലി ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പേരെ ആ ഒരു ചെറിയ ജോലിക്ക് ഉപയോഗിക്കാതെ യു ക്യാൻ യൂസ് ദം ഫോർ അതർ ജോബ്സ്, യു ക്യാൻ യൂസ് ദം ഫോർ അതർ ഇമ്പോർട്ടൻറ്റ് ജോബ്സ്. അപ്പോൾ അങ്ങനെ തന്നെ അവിടെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ആ ഒരു ഹിഡൻ കോസ്റ്റിനെ നമുക്ക് മാറ്റി വെക്കാം. വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഐഡൻറ്റിഫൈ ആൻഡ് പുട്ട് എ ഗ്യാപ്പ് ഓവർ ദർ. അനദർ പോയിന്റ് ഓഫ് വ്യൂ ഇസ് സ്റ്റാഫിൻ്റെ കാര്യം ഇപ്പം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നൊരു ഇഷ്യൂ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പം യു ആർ പേയിങ് ദ മന്ത്ലി സാലറി, ദേ ആർ അവൈലബിൾ ടു യൂസ് 7 hours or 8 hours. പക്ഷെ അവർക്ക് കൊടുക്കുന്ന ജോലി എന്ന് വെച്ചാൽ ചിലപ്പം ഈ 3 മണിക്കൂർ തീരുന്നൊരു ജോലി ആയിരിക്കാം. അപ്പോൾ അത്രയും കൊടുക്കുന്ന സാലറി 3 മണിക്കൂറുടെ എഫേർട്ടേ കിട്ടുന്നുള്ളൂ കമ്പനിക്ക്. അപ്പോൾ കമ്പനിക്ക് അതൊരു അണ്ടർ യൂട്ടിലൈസേഷൻ ആയി. ആ പറയുന്ന ബാക്കി എമൗണ്ട് ദേ കുഡ് ഹാവ് യൂട്ടിലൈസ്ഡ് ഇറ്റ് ബൈ ഒന്നെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി പുതിയ കസ്റ്റമറിനെ എടുക്കുക, അല്ലെങ്കിൽ ഇവരെ ഓപ്പറേഷൻസ് ഇച്ചിരി ഒന്ന് സ്മൂത്ത് ആക്കുക, വേറെ എന്തെങ്കിലും പ്രോസസ്സ് സ്പീഡാക്കുക, അല്ലെങ്കിൽ വേറെ ഒരു പ്രോസസ്സ് വേറെ ഒരാളെ എടുക്കാതെ തന്നെ ഇയാളുടെ ടൈം കയ്യിലുണ്ടെങ്കിൽ he itself can do it over there. അപ്പോൾ അൺനെസസറി സാലറി കോസ്റ്റും വരുന്നില്ല അവിടെ. അപ്പോൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് എംപ്ലോയീസ് ഇസ് എ ബിഗ് കോസ്റ്റ് ഫോർ കമ്പനീസ് ഇൻഡീഡ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകും, അതായത് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് എംപ്ലോയീസ് ആയാലും അതും നെഗറ്റീവായിട്ട് ബാക്ക് ഫയർ ആവും. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് എംപ്ലോയീസ് ആകുമ്പോഴത്തേക്കും അവരെന്നെ ചെയ്യുന്ന ജോലി ചിലപ്പം സ്റ്റക്കായി പോകും, ചെയ്യുന്ന ജോലി ചിലപ്പം തെറ്റുകൾ വരുത്താം. തെറ്റുകൾ വന്നാൽ ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലി ഫോർ ദ കമ്പനി ഇറ്റ് സെൽഫ്. തീർച്ചയായിട്ടും. ആൻഡ് അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അവർക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ചിലപ്പം കിട്ടില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു തെറ്റ് തന്നെ സംഭവിക്കുമ്പോൾ തന്നെ കമ്പനിയുടെ കോസ്റ്റായി അവിടെ. അഗൈൻ വീണ്ടും പോക്കറ്റിൽ നിന്ന് കാശ് പോകുന്നുണ്ട്, നോട്ട് യെറ്റ്, ബട്ട് ഇറ്റ് വിൽ ലീഡ് ടു ഇറ്റ്. കമ്പനിക്കൊരു കോസ്റ്റ് തന്നെയാണ്, ഔട്ട്പുട്ട് കിട്ടുന്നില്ല, അതിൽ നഷ്ടം ഉണ്ടാകും. ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയാം. ദർ ഇസ് എ വെരി സ്മോൾ കോൺസെപ്റ്റ് ബട്ട് ലോട്ട് ഓഫ് ബിസിനസ് ജീനിയസസ് ലുക്ക് ഇൻ ടു ഇറ്റ്. അതായത് ഒരു ഓഫീസിൻ്റെ ലേ ഔട്ട്, ഒരു ഓഫീസ് സ്പേസ്. നിങ്ങളിപ്പം ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഒരു ലേ ഔട്ട് കൃത്യമായിട്ടിരിക്കണം. എസ്പെഷ്യലി ഫാക്ടറീസ് ആയാൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ്, ട്രേഡിംഗ് കമ്പനീസ്, വലിയ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസസ് ആയാലും ആ ഒരു ഓഫീസ് സ്പേസ്, ആ ഒരു വെയർ ഹൗസിൻ്റെ ലേ ഔട്ട് തന്നെ നമുക്ക് നോക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കണം. വൈ? ബിക്കോസ് ആ ഒരു ലേ ഔട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അഡീഷണൽ ടൈം ഒരു സാധനം എടുത്ത് മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീം മറ്റേ ടീമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കാം, പക്ഷെ അവരിയ്ക്കുന്നത് ഓരോ ഓഫീസിൻ്റെ 2 കോർണറിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ അൺനെസസറി ടൈം ഇസ് ഗോയിങ്, അൺനെസസറി എഫർട്ട് ഇസ് ദർ. ചിലപ്പം ആ ഒരു മടിയുള്ളത് കാരണം അവർ പോയി റിപ്പോർട്ടും ചെയ്യില്ലായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും വരാം. അപ്പോൾ ഒരു ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അതായ ടൂൾസ്, അതായ മെറ്റീരിയൽസ് കൃത്യം സ്ഥലം ഈസിലി ആക്സസിബിൾ ആയിട്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കുറേ ആൾക്കാർ ഫോർക്ക് ലിഫ്റ്റ് വെച്ച സാധനം എടുത്ത് അതൊന്ന് ലോഡ് ചെയ്യാൻ, അത് ചിലപ്പം ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഡാമേജസ് വരാം. ഇറ്റ് ക്യാൻ ലീഡ് ടു ഫ്യൂച്ചർ ഇഷ്യൂസ്, ഇറ്റ് ക്യാൻ ലീഡ് ടു വേസ്റ്റേജ് ഓഫ് ടൈം. പെട്ടെന്ന് ടൂൾസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ ഒരു എമർജൻസി വരുമ്പോഴത്തേക്കും യു മൈറ്റ് നോട്ട് ഫൈൻഡ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. അൺനെസസറി ഡിലേ അവിടെ കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫാക്ടറിക്ക് മാത്രമല്ല, സാധാ ഓഫീസ് സ്പേസ് ആണെങ്കിൽ അവരുടെ ടേബിൾ ലേ ഔട്ട്, ഓരോ ടീം ഇരിക്കുന്ന പൊസിഷൻസ് അല്ലെങ്കിൽ ഒരു ലേ ഔട്ട്, അതും നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഒരു കമ്പനിക്ക് വരുന്നത്. അപ്പോൾ ഇൻ ദീസ് സ്മോൾ തിങ്സ് ബട്ട് ബിഗ് ഇമ്പാക്റ്റ് ഇറ്റ് വിൽ ക്രിയേറ്റ്. ഇതിലൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഹിഡൻ കോസ്റ്റ് ഒക്കെ വരുന്നത്. ഇപ്പം ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരുടെ മെഷീൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, കൃത്യം മെയിൻ്റെനൻസ് ചെക്സ് ചെയ്തില്ലെങ്കിൽ അതിൽ വരാവുന്ന ഒരു ബ്രേക്ക് ഡൗൺ, അഥവാ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാൽ അതിൽ വരുന്ന കോസ്റ്റ്, കുറേ ഐറ്റംസ് നല്ല ഡിലേ വരുമായിരിക്കും, പ്രൊഡക്ഷൻ ഡിലേ വരുന്നുണ്ടാവും. ആ മെഷീൻ അപ്പ് ആൻഡ് റണ്ണിങ്ങിലോട്ട് മാറ്റണമെങ്കിൽ കുറേ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അൺനെസസറി കോസ്റ്റ് ആർ കമ്മിങ് ഹിയർ ബിക്കോസ് ഓഫ് എനി ആക്ഷൻ നോട്ട് ടേക്കൺ. അപ്പോൾ ഓൾ ദീസ് പെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഫ്രം ഓപ്പറേഷണൽ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ലീക്കേജ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ദീസ് ആർ ഏരിയസ് ഓഫ് ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ്. വളരെ ഒരു അൺഓർഗനൈസ് സെക്ടർ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പോയിന്റ് ഔട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രി. ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഈസ് വെരി ക്രൂഷ്യൽ. ഇറ്റ്സ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് എവറിത്തിങ് ദാറ്റ് വിത്ത്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇരുന്ന ഒരു സാധനം ഓർഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹൗ ആർ വി ഗെറ്റിംഗ് ഇറ്റ്?
എത്രയും പെട്ടെന്നാണ് നമുക്ക് എല്ലാം സാധനം കിട്ടുന്നത്. അതെ. അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ഐ കൻ സേ ദേ ആർ വൺ ഓഫ് ദി മോസ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആസ് വെൽ. കാരണം ലോഡ് ഓഫ് പ്ലേയേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദിസ്. ലോഡ് ഓഫ് പ്ലേയേഴ്സ്, ലോഡ് ഓഫ് മൂവ്മെൻറ്റ്, ലോഡ് ഓഫ് ഫീൽഡ് വർക്ക് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇതിലോട്ടൊക്കെ നീങ്ങുമ്പോൾ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. എക്സിക്യൂഷൻ മാത്രമല്ല, റെക്കോർഡും ചെയ്തിരിക്കണം. ഒരു ഷിപ്പിംഗ് കമ്പനി ഒരു സാധനം ഷിപ്പിലോട്ട് കയറ്റി, ആ സാധനം കയറ്റിയതിന് ശേഷം അതിൻ്റെ ബിൽ ഓഫ് ലേഡിങ്ങും അതിൻ്റെ മാനിഫെസ്റ്റോ ഒക്കെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് സാധനം കൃത്യം പറഞ്ഞ ലൊക്കേഷൻ എത്തണം. ആ ലൊക്കേഷൻ എത്തുമ്പോൾ ചിലപ്പോൾ ഇവരുടെ കമ്പനി അല്ലായിരിക്കും, അവരുടെ ഏജൻ്റ് ആയിരിക്കാം. ആ ഏജൻറ്റിന് കൃത്യം ആ ടൈമിൽ തന്നെ സാധനം ദേ ഷുഡ് ബി റെഡി ഓവർ ദർ. കൃത്യം സാധനം അൺലോഡ് ചെയ്ത് സേഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോറേജിലോട്ട് ഏൽപ്പിക്കുക. സ്റ്റോറേജ് ആൾക്കാർക്കായിരിക്കും വാട്ട് യു സേ ഡോർ ഡെലിവറി ചെയ്യുന്നതും അതും കൃത്യം മോണിറ്റർ ചെയ്ത് സാധനം കൃത്യം ആ ക്ലയൻറ്റിന് എത്തുന്നവരെ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഓഫ് ഇറ്റ്. ഒരു കമ്പനി എന്നില്ല, ഒരു ക്വാളിറ്റി നമുക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗിവ് ദം an assurance that the item will be delivered over there. ഇപ്പോൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ആയാലും പല പല പ്ലേയേഴ്സ് ഉണ്ട്, പല പല പാർട്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അവിടെ ടൈം ലാഗ് വരാൻ പാടില്ല. കാരണം ഒരു ദിവസം ഒരു ഷിപ്മെൻറ്റ് ലാഗ് ആയാൽ ഒരു സേ ഓഷനിൽ കിടന്ന ദേ ഹാവ് ടു പേ hefty fees ഫോർ ഫ്രൈറ്റ് ചാർജസ്. അതായത് അവരുടെ ഒരു ഷിപ്പിൻ്റെ വില, ഒരു ദിവസത്തെ വില വിൽ ബി in hundreds or maybe $50,000, $10,000, $20,000, $100,000 depending on the size of the vessel, size of the shipment that they're putting over there. അപ്പോൾ 1 day delay itself will cost shipping companies a huge price. അപ്പോൾ മെയിൻ ടൈം മാനേജ്മെന്റ് തന്നെയാണ്. ടൈം മാനേജ്മെന്റ് അവർക്ക് തന്നെ വരുന്നു. ടൈം മാനേജ്മെന്റ് അല്ല, ഓരോ പ്ലെയേഴ്സിനെയും, ഓരോ ഏജന്റ്, ഓരോ കസ്റ്റമേഴ്സ്, ഓരോ ഐറ്റം മൂവ്മെന്റ് തന്നെ ഇവർ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. ചിലപ്പം ആ ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നർ തന്നെ ആയിരിക്കാം. ഒരു കണ്ടെയ്നർ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് എത്തിക്കാനുള്ള ഒരു റീപൊസിഷനിങ് എഫേർട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ആ പറഞ്ഞ കണ്ടെയ്നർ കൃത്യം കൺട്രിയിൽ ചിലപ്പം എത്തിയിട്ടുണ്ടാവില്ലായിരിക്കാം. അതിനെ തിരിച്ച് ഒരു സാധനം ലോഡ് ചെയ്യണം. ലൈക്ക് ഇപ്പം എൻ്റെ കണ്ടെയ്നർ ടർക്കിയിൽ പോയി, പക്ഷെ എനിക്കത് ചൈനയിലായിരുന്നു സാധനം വേണ്ടത്. അപ്പോൾ വെറുതെ ആ കണ്ടെയ്നർ എടുത്ത് ചൈനയിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് സാധനം ലോഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ടൈമായി, കോസ്റ്റായി, എഫേർട്ടായി, ലോസ് ആയി തന്നെ എന്ന് പറയാം. അപ്പോൾ ഓൾ ദീസ് ഓപ്പറേഷണൽ എഫിഷ്യൻസീസ് മസ്റ്റ് ബി ലുക്ക്ഡ് ഇൻടു. ഈ പറയുന്ന മെഷീനറി ആയാലും ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദി മെയിൻ്റനൻസ്. ഇപ്പോൾ ആൾക്കാരിപ്പം മെയിൻ്റനൻസ് കോസ്റ്റ് ചുരുക്കാൻ വേണ്ടി മെയിൻ്റനൻസ് ചിലപ്പം ഡിലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഡിലേ ആയിരിക്കാം മെഷീൻ്റെ ബ്രേക്ക് ഡൗൺ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഡിലേയിങ് ഇറ്റ് ടു റെഡ്യൂസ് ലിറ്റിൽ കോസ്റ്റ് മൈറ്റ് ലീഡ് ടു എ ഹയർ കോസ്റ്റ് because of negligence over there. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. സോ ദീസ് പോയിന്റ്സ് യു ക്യാൻ സേ few examples of operational inefficiencies that can come in a company over here. From operational inefficiency അല്ലാണ്ട് തന്നെ പല പല കാറ്റഗറീസ് അല്ലെങ്കിൽ പല പോയിന്റ്സ് ഇതിലുണ്ട്. Another important category of hidden cost is other than operational inefficiencies can be സപ്ലയർ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സപ്ലയർ അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ലീക്കേജസ് എന്ന് പറയാം നമുക്ക്. ഏജൻസും അല്ലാതെ ഇപ്പം സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രേഡിംഗ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പം ബൾക്കിന് സാധനം വാങ്ങിക്കണം. ബൾക്കിന് സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? യു വിൽ നെഗോഷിയേറ്റ് വിത്ത് ദി സപ്ലയർ. നല്ലൊരു പ്രൈസിന് വേണ്ടി ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു കൊട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കും. ഇമാജിൻ നിങ്ങൾ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, നല്ല ടൈറ്റായിട്ട് ഓടുന്ന ഒരു കമ്പനി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം സ്റ്റോക്ക് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത് സ്റ്റോക്ക് ഇല്ല, ക്ലയൻറ്റിന് ഡെലിവറി ചെയ്യാൻ സാധനമില്ല എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് സപ്ലയറുടെ അടുത്ത് പോകുമ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് സാധനം വേണമെന്ന് പറയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? അവർക്കൊരു അപ്പർ ഹാൻഡ് ആയി അവിടെ. അപ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി യൂട്ടിലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദേ വിൽ സേ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി എക്സ്ട്രാ ചാർജ് ചെയ്യും. നിങ്ങൾക്കതൊരു അൺവാണ്ടഡ് കോസ്റ്റായി. മറിച്ച് ഒരു ആഴ്ച തന്നെ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ നിങ്ങളുടെ ഇൻവെൻട്രി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു മാസം മുന്നേ തന്നെ എനിക്ക് സ്റ്റോക്ക് ഇപ്പം തന്നെ എടുത്തു വെക്കണം. അപ്പോൾ ഒരു മാസം മുന്നേ ഞാൻ സപ്ലയറുടെ അടുത്ത് പോയി ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് മയത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന റേറ്റൊക്കെ കുറച്ച് നല്ല റേറ്റ് സാധനം കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി പ്രോഫിറ്റബിലിറ്റി ദാറ്റ് കമ്പനി കുഡ് ഹാവ് മെയ്ഡ്. അപ്പോൾ ദിസ് ഈസ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ ഫോർ എ ട്രേഡിംഗ് കമ്പനി. ഇമാജിൻ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം. അപ്പോൾ റോ മെറ്റീരിയൽസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻവെൻട്രി ലെവൽസ് എല്ലാം ട്രാക്ക് ചെയ്ത് വാട്ട് യു സേ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ഓവർ
വെൽ ഇൻ അഡ്വാൻസ്, വെൽ ഇൻഫോംഡ് തന്നെ, പ്ലാൻഡ് ആയിട്ട് തന്നെ ഡീൽ വിത്ത് യുവർ സപ്ലയേഴ്സ് ആൻഡ് പ്രൊക്യൂർ യുവർ മെറ്റീരിയൽസ്. ഇതൊരു മാനുഫാക്ചറിങ് എൻറ്റിറ്റിക്ക്, മാനുഫാക്ചറിങ് ഓർ ട്രേഡിംഗ് കമ്പനിക്ക് മാത്രമല്ല ഇത്. ഇറ്റ് ക്യാൻ ബി ഫോർ കോൺട്രാക്ടിങ് കമ്പനീസ് ഫോർ എക്സാമ്പിൾ. അവർക്ക് പല പല മെറ്റീരിയൽസ് മാത്രമല്ലായിരിക്കും, ചിലപ്പം ലേബേഴ്സ്, ചിലപ്പം സപ്പോർട്ട്, ചിലപ്പം കൺസൾട്ടൻസി, അർജൻറ്റ് കൺസൾട്ടൻസീസ് മൈറ്റ് ബി ദർ. അപ്പോൾ ഇവരൊക്കെ സ്പോട്ടിൽ തന്നെ നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ കോസ്റ്റ് കൂടുതൽ തന്നെ. അത് മാത്രമല്ല അർജൻറ്റ് ഒരു കേസ് അല്ല എന്ന് വിചാരിക്കുക. ഇഫ് യു ആർ യുവർ ഓൺ ബോസ് ഓർ ഹിയർ, നിങ്ങളുടെ സ്വന്തം കമ്പനി റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദാറ്റ് പവർ ടു ഡീൽ വിത്ത് ഓർ നെഗോഷിയേറ്റ് വിത്ത് സപ്ലയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെഗോഷിയേഷൻ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇഫ് യു നോ ദാറ്റ് യു കാൻ ഡു ഇറ്റ്, ഹയർ ദ പേഴ്സൺ ഹു ക്യാൻ ഡു ഇറ്റ് ഫോർ യു. പുള്ളിക്ക് കൊടുക്കുന്ന സാലറിയുടെ കാട്ടും മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എ പേഴ്സൺ വിൽ ബി എംപ്ലോയിഡ്, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ഹിസ് ലൈവ്ലിഹുഡ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ വിൽ ബി മച്ച് ഹയർ. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി നിങ്ങൾ തന്നെ അത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ദ പേഴ്സൺ ഹു ക്യാൻ ഡു ഇറ്റ് ഫോർ യു ആസ് വെൽ. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന ഹിഡൻ കോസ്റ്റ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. ബട്ട് അത് ചെയ്തില്ലെങ്കിൽ it will lead to huge losses for the company as well. For all the small points, but in a bigger scale, it is a huge cost over there. ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമാണ് ബിസിനസ് പലപ്പോഴും അല്ലേ. ഇത്തരത്തിൽ നേരത്തെ നമ്മൾ തുടക്കം സൂചിപ്പിച്ചതുപോലെ കോസ്റ്റ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല ബിസിനസ്സുകൾക്കും പറ്റുന്ന കാര്യങ്ങൾ. അതൊരു വേറൊരു ആംഗിൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇഫ് യു ഡീലിംഗ് വിത്ത് എ ന്യൂ വെണ്ടർ, പുതിയൊരു വെണ്ടറായിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പുതിയൊരു സപ്ലയറായിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഗുഡ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നമ്മൾ ചെയ്യണം. അതായത് ഹൗ ദേ ആർ റെസ്പോണ്ടിങ് ടു യു ഓർ ഹൗ ദേ ആർ ഡീലിംഗ് വിത്ത് യു. അവർ അൺനെസസറി പ്രഷർ നിങ്ങളുടെ തലയിൽ ഇടുന്നുണ്ടോ? ലൈക്ക് ദർ ആർ സർട്ടൻ സപ്ലയേഴ്സ് ദാറ്റ് വിൽ സേ വി നീഡ് ഇമീഡിയറ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ഇമീഡിയറ്റ് പേയ്മെൻറ്റ് ചിലപ്പം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു കോസ്റ്റായിട്ട് മാറും. കാരണം എനിക്ക് ഈ കാശ് ഇന്ന് വേറെ ഒരു സാധനത്തിന് ഉപയോഗിച്ചാൽ ഐ ക്യാൻ മേക്ക് ഇനഫ് റിട്ടേൺസ് ആൻഡ് ദെൻ പേ ദം ബാക്ക് ഇൻ സം പോയിന്റ് ലേറ്റർ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ഇഷ്യൂസും ഉണ്ടാവാം. അൺനെസസറി പ്രഷർ ടെല്ലിംഗ് ദാറ്റ് യു ഹാവ് ടു പേ ടുഡേ ഇറ്റ്സെൽഫ്. അതും കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു ക്രെഡിറ്റ് പീരിയഡ് തമ്മിൽ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രെഡിറ്റ് പീരിയഡ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും. ഒരു അൺവാണ്ടഡ് കോസ്റ്റും അവോയ്ഡ് ചെയ്ത് തരും, പ്രിവെൻറ്റ് ചെയ്ത് തരാം. So all these points must be taken into picture over here. Another aspect of hidden cost can be, ഇപ്പം പറഞ്ഞെല്ലാം ട്രേഡിംഗ് കമ്പനി, മാനുഫാക്ചറിങ് കമ്പനി, ഗുഡ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ ആണ്. ലെറ്റസ് ടേക്ക് ഒരു സർവീസ് ബേസ്ഡ് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഏറ്റവും കൂടുതൽ ഡൗൺഫോൾ, ഒരു ലീക്കേജ് വരാവുന്നൊരു പോയിന്റ് ആണ് അൺബിൽഡ് ടൈം ഓർ അൺബിൽഡ് ജോബ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കൺസൾട്ടൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുന്നു, അവരായിട്ടൊരു അഗ്രിമെൻറ്റിൽ എത്തുന്നു, സേ ഞാൻ ABC ഐറ്റം നിങ്ങൾക്ക് ചെയ്തു തരാം, ഒരു സപ്ലൈ ചെയ്ത് തരും, എൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചിലപ്പം ക്ലയൻറ്റ് വന്ന ദിവസം എനിക്ക് ഈ ഒരു എക്സ്ട്രാ സർവീസും ഒന്ന് തന്നാൽ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ ഈ ഒരു മീറ്റിങ്ങിനൊന്ന് വന്ന് എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പം അങ്ങനത്തെ യൂട്ടിലൈസേഷൻ വരാം. അപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചൊരു സ്കോപ്പിനെക്കാട്ടിലും ദേ മൈറ്റ് ഡീറെയിൽ, വേറെ എക്സ്ട്രാ സ്കോപ്പ് ചിലപ്പം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കോപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ടൈം ഈസ് മണി എന്ന് പറയും. അപ്പോൾ അവരുടെ ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ മറിച്ച് അതിൻ്റെ ഒരു റവന്യൂ ആയിട്ട് ഇവർക്ക് കിട്ടുന്നില്ല. ഇറ്റ് ക്യാൻ വർക്ക് ദി അതർ വേ അറൗണ്ട് ആസ് വെൽ. അതായത് ഇവരൊരു പറഞ്ഞൊരു വർക്കിന് സേ ദേ ആർ സെയിങ് എനിക്ക് 2 ദിവസത്തെ ടൈം ഉള്ളൂ, പക്ഷെ ആക്ച്വലി ദേ മസ്റ്റ് ഹാവ് സ്പെൻഡ് 5 days ടൈം ഓൺ ഇറ്റ്. ഒന്നെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ വർക്ക് എക്സിക്യൂട്ടീവിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, ക്ലയൻറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. കൃത്യം റീസൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനത്തെ ഒരു ലീക്കേജ് ദേ ഹാവ് ടു സ്റ്റോപ്പ്. സോ പ്രോപ്പർ പ്ലാനിങ്, പ്രോപ്പർ അഗ്രിമെൻറ്റ് ആൻഡ് പ്രോപ്പർ ടൈം ട്രാക്കിംഗ്, പ്രോപ്പർ ജോബ് റവന്യൂ ട്രാക്കിംഗ് ഷുഡ് ഹാപ്പൻ. ഇപ്പം ചെയ്ത് പണിക്ക് ഇൻവോയ്സ് കൊടുത്തില്ലെങ്കിൽ വേസ്റ്റ് ആയി. യു സ്പെൻഡ് ടൈം ആൻഡ് യു ആർ നോട്ട് ഗെറ്റിംഗ് റവന്യൂ ഓൺ ഇറ്റ്, ഇറ്റ്സ് എ വേസ്റ്റ് ഓവർ ദർ. അപ്പോൾ കമ്പനിക്ക് അതൊരു കോസ്റ്റായി. ഹിഡൻ അല്ല, അതൊരു യു ക്യാൻ സേ ദാറ്റ് ഈസ് അൺപ്രൊഫഷണൽ ഫ്രം ദെയർ സൈഡ് ടു നോട്ട് ബിൽഡ് ദ റവന്യൂ ഓവർ ദർ. So അങ്ങനത്തെ ഒക്കെ ചില പ്രാക്ടീസസ് ദേ ഹാവ് ടു പുട്ട് ഇൻ പ്ലേസ്. നൗ ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ഔട്ട് വിത്ത് ERPs ഫോർ വർക്ക് മാനേജ്മെന്റ്. ERPs പറഞ്ഞ് കുറേ പേര് ERPs അല്ലെങ്കിൽ ഓൺലൈൻ വെബ് ആപ്ലിക്കേഷൻസ് തന്നെ ഇറ്റ് ഈസ് അവൈലബിൾ. അതായത് നമുക്ക് നമ്മുടെ
ടാസ്ക്സ് എന്തൊക്കെയാണ്, വർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യം ലിസ്റ്റ് ചെയ്ത് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റസ് മാറ്റി അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഇൻവോയ്സ് പോയോ ഇല്ലയോ എന്നൊന്ന് ടിക്ക് മാർക്ക് ചെയ്താലും ഓക്കെ ചെറിയൊരു കംപ്ലൈൻസ് അതിൽ നിന്ന് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് യു സേവ് എ ലോട്ട് ഓഫ് മണി, ടൈം ആൻഡ് എഫേർട്ട് ഓവർ ദർ. ആൻഡ് യെസ്, കെയർഫുള്ളി ഡ്രാഫ്റ്റിംഗ് യുവർ അഗ്രിമെൻറ്റ്സ് വിത്ത് ദ ക്ലയൻസ്, വിത്ത് ദ സപ്ലയേഴ്സ്, ഓൾ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഒരു അഗ്രിമെൻറ്റിൻ്റെ പുറമെ ഇഫ് യു ആർ ഡൂയിങ് സംതിങ് എക്സ്ട്രാ, യു ആർ ഗോയിങ് ഓവർ ആൻഡ് അബവ് ദാറ്റ്, ഓർ യു ആർ ആഡിങ് സംതിങ് എക്സ്ട്രാ ഫോർ വിച്ച് യു ആർ നോട്ട് ബില്ലിംഗ്, ആ ഒരു അഗ്രിമെൻറ്റ് ലെവലിൽ തന്നെ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ കൃത്യം പ്ലാനിങ്ങോടെ കൃത്യം അഗ്രിമെൻറ്റും നെഗോസിയേഷനും ചെയ്തതിന് ശേഷം execute your works over there. Another category of expenses or hidden costs can be, again, എൻ്റെ ഒരു ടൈറ്റിൽ തന്നെ സംഭവമാണ് കംപ്ലയൻസ്. കംപ്ലയൻസ് കോസ്റ്റ് അല്ലെങ്കിൽ കംപ്ലയൻസ് പെനൽറ്റീസ് ഓവർ. ഇൻ UAE നമുക്കറിയാം ഇവിടുത്തെ ഒരു കംപ്ലയൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ കൾച്ചർ ഇസ് ഗെറ്റിംഗ് വെരി സ്ട്രോങ്. ഈ പറയുന്ന 5-7 years ബാക്ക് ഓൺവേർഡ്സ് നമുക്ക് VAT വരുന്നു, കോർപ്പറേറ്റ് ടാക്സ് വരുന്നു, AML ലോസ് ഒക്കെ വരുന്നു, കമ്പനീസിലും എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, FTA നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഓരോ കംപ്ലൈൻസ് ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും കൃത്യം കംപ്ലൈൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് വി ഹാവ് ടു മേക്ക് ഷുർ വി മീറ്റ് ഇറ്റ് ആസ് വെൽ. ഇപ്പം എവറി കമ്പനി സപ്പോസ് ടു ഗെറ്റ് ദർ ബുക്സ് രജിസ്റ്റേർഡ്. ഇപ്പം ഫ്രം കോർപ്പറേറ്റ് ടാക്സ് പർപ്പസ് companies making more than 50 million dirhams revenue, or if you're a qualifying free zone person, all these people must get their books mandatorily audited. അപ്പോൾ ഇവർ ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഓഡിറ്റ് ഒരു കോസ്റ്റ് തന്നെയാണ്, ഇവർക്കൊരു കംപ്ലയൻസ് കോസ്റ്റ് ആണ്. പുറത്തുനിന്നൊരു ഫേമിനെ ഹയർ ചെയ്ത് അവർക്കൊരു ഓഡിറ്റിൻ്റെ കൊട്ടേഷനൊക്കെ വാങ്ങിച്ച് സർവീസ് എക്സിക്യൂട്ട് ചെയ്യണം, ഇവർക്കൊരു എക്സ്പെൻസ് ആയിട്ട് തന്നെ മാറുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് കൃത്യം ചെയ്യുമ്പോഴത്തേക്കും സേ വാറ്റ് ഫയലിങ്ങിൻ്റെ ഒരു കോസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഫയലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ യു വിൽ ഫൈൻഡ് മച്ച് ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ്. ബട്ട് ദേ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് കുറഞ്ഞ വിലയ്ക്കൊരു സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും ഇവർ നോക്കണം. ചിലപ്പം ആ ക്വാളിറ്റി തന്നെ വിൽ ബി മച്ച് ലോവർ. ക്വാളിറ്റി കുറയുമ്പോൾ തന്നെ അവർ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് ഫയലിങ്ങിൽ തന്നെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതിലൊരു മിസ്റ്റേക്ക് നടത്തിയാൽ തലവേന വരാൻ പോകുന്നത് ആ കമ്പനിക്കാണ്. അപ്പോൾ കമ്പനിക്ക് അതൊരു കോസ്റ്റായി മാറും. ചിലപ്പം 2 years later, 5 years later, up to 7 years, FTA has time to come back to you to ask a question about your corporate tax return. ആ ഒരു 7 yearsൻ്റെ ടൈമിൻ്റെ ഇടയിൽ തന്നെ അവരൊന്ന് ചോദ്യം ചോദിച്ച് കൃത്യമായിട്ട് അവർ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ഫൈൻ ഇടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ മേ ബി ഒരു 1000 dirhams, 500 dirhams, 200 dirhams ലാഭിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ലോവർ പ്രൈസ്ഡ് സർവീസ് പ്രൊവൈഡറിനെ എടുത്താൽ വിത്തൗട്ട് ചെക്കിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക്, ഇറ്റ് വിൽ ബാക്ക് ഫയർ. ഭാവിയിൽ അത് വീണ്ടും പ്രശ്നമാവും. ആൻഡ് ദാറ്റ് ടു എസ്പെഷ്യലി വെൻ യു ഡീലിംഗ് വിത്ത് ഗവൺമെന്റ് യു ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കംപ്ലൈ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ കംപ്ലയൻസ് കോസ്റ്റ് ഇസ് സംതിങ് ദാറ്റ് ക്യാൻ ബി വെരി ഹെഫ്റ്റി. വി ഹാഡ് ESR ഇൻ UAE. അതിപ്പം നിലവിലില്ല, അത് ഊരിയിട്ടുണ്ട്. പക്ഷേ ESR റെഗുലേഷൻസ് വാസ് എ വെരി ബിഗ് തിങ് ബാക്ക് ദെൻ. ആൻഡ് അതിൻ്റെ പെനൽറ്റീസ് എന്ന് വെച്ചാൽ 10,000 dirhams, 20,000 dirhams, അല്ലെങ്കിൽ AML കംപ്ലയൻസ് 50,000 dirhams വരെയൊക്കെ പോകുന്നുണ്ട്. AML എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഫോർ അക്കൗണ്ടിങ് ഫേംസ്, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ് ഓർ ബ്രോക്കേഴ്സ്, ജ്വല്ലറി ക്ലയൻസ് ഒക്കെ, ജ്വല്ലറി ഷോപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീലേഴ്സ് ഓഫ് പ്രഷ്യസ് മെറ്റൽസ്, സ്റ്റോൺസ്, ഇവർക്കൊക്കെ AML കംപ്ലയൻസസ് ഇസ് എ ടോപ്പ് പ്രയോറിറ്റി. ആൻഡ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും മിനിമം ഫൈൻ യു ക്യാൻ എക്സ്പെക്ട് ഇസ് 50,000 dirhams ഓർ ഹയർ. വലിയ നഷ്ടത്തിലോട്ട് തന്നെ പോകും. അപ്പോൾ കംപ്ലയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് UAE. ആ ഒരു കൾച്ചർ സ്ട്രോങ് ആയിട്ട് തന്നെ UAEയിൽ ഇങ്ങനെ വരുന്നുണ്ട്. സോ ദേ ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ഇറ്റ്. പ്രോപ്പറായിട്ട് ഈ റൂൾസും സാധനങ്ങളും കൃത്യമായി ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ ഹിഡൻ ചാർജസിനൊപ്പം ഹിഡൻ ചാർജസ് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, പക്ഷെ അത് വലിയൊരു കോസ്റ്റ് ആയിട്ട് മാറുകയും. ഹിഡൻ അല്ല, അവർ കൃത്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിഡൻ എന്ന് പറയാൻ പറ്റില്ല, റൂൾസ് ഫോളോ ചെയ്യുക എന്ന് തന്നെ പറയേണ്ടി വരും. മറിച്ച് ഇറ്റ് ബിക്കംസ് ഹിഡൻ വെൻ ചെറിയൊരു 100 രൂപയ്ക്കൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വേറെ ഒരു സർവീസ് പ്രൊവൈഡറിനെ എടുക്കുമ്പോൾ കൃത്യം അവരുടെ ക്വാളിറ്റി ശ്രദ്ധിക്കാതെ ഒരു ആളെ ഹയർ ചെയ്താൽ അതൊരു ഹിഡൻ കോസ്റ്റ് ആയിട്ട് തന്നെ മാറും. അനദർ കാറ്റഗറി, മേ ബി എ വെരി സ്മോൾ കാറ്റഗറി എന്ന് പറയാം, ബട്ട് ഇറ്റ് ഹാസ് ബിഗ് ഇമ്പാക്ട്. സേ അൺയൂസ്ഡ് സബ്സ്ക്രിപ്ഷൻ ഓർ ലൈസൻസസ്. ഒരു കൾച്ചറായിരുന്നു UAEയിലെ. എക്സാമ്പിൾ, ഒരു കമ്പനി എന്ന് പറയുന്നത് പല ലൈസൻസസ് ആൾക്കാരെ തുറന്നു വെച്ച് പല ലൈസൻസ് തുറന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വിസ കോട്ട എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ലൈസൻസസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഏജിലോട്ട് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൽ കാലത്തോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പം ആ ഒരു ലൈസൻസിൻ്റെ ആവശ്യം ഇല്ലായിരിക്കാം. അപ്പോൾ അതൊന്ന് അസസ് ചെയ്തിട്ട് ഈ ഒരു ലൈസൻസ് നമുക്ക് ആക്ച്വലി ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ലൈസൻസിനെ പൂട്ടിയാൽ അത്രയും ലൈസൻസ് കോസ്റ്റ് ഒക്കെ നമുക്ക്
ഒഴിവാക്കാം. ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പല പല ഹിഡൻ കോസ്റ്റ് നമ്മൾ നോക്കിയിട്ട് വി ഹാവ് ടു ഐഡന്റിഫൈ ആൻഡ് സ്റ്റോപ്പ് ദ ലീക്കേജ്. ഓക്കെ, ഒരു ബിസിനസ് നടത്തുന്ന ആളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും യു എയിൽ എങ്ങനെ ഇത് ഈ ഹിഡൻ ചാർജസ് ഒഴിവാക്കാം, അല്ലെങ്കിൽ കൃത്യമായി നേരത്തെ സി ജേസൺ സൂചിപ്പിച്ചതുപോലെ യു എൽ റൂൾസ് അനുസരിച്ച് വാറ്റും മറ്റേ ടാക്സും ഒക്കെ എങ്ങനെ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭാവിയിലേക്ക് എങ്ങനെ ബിസിനസ്സിനെ കൊണ്ടുപോകാം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അത് വേണ്ട സർവീസസ് ഒക്കെ ഹുസൈൻ അൽ ഷംസി കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യം അല്ലെങ്കിൽ ബിസിനസ് നടത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് സ്മൂത്തായി റൺ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സേവനങ്ങൾ ഹുസൈൻ അൽ ഷംസിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്തായാലും ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാലറിയും വാടകയും ഒക്കെ മാത്രമേ ആളുകൾ പലപ്പോഴും ബിസിനസ്സിലെ ചെലവുകളായി ചിലപ്പോഴും കരുതാറുള്ളൂ. പക്ഷേ മറിഞ്ഞിരിക്കുന്ന പല ഹിഡൻ ചാർജസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ് സി ജേസൺ മണ്ഡപത്തിൽ നമ്മളോട് പങ്കുവെച്ചത്. ഇന്ന് ഇത്രയും ഒരു വിലപ്പെട്ട സമയം, ഒരു ചെറിയ സമയത്തിനുള്ളിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവെച്ചത് സി ജേസൺ മണ്ഡപത്തിലാണ്. ഫ്രം ഹുസൈൻ അൽ ഷംസി എക്സ്പെർട്ട് അഡ്വൈസിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് പുതിയ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.